പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ 18 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. സ്വർണം തട്ടിയെടുക്കാൻ ഒരു സംഘം, കവർച്ചാ മുതലുമായി കടന്നുകളയാൻ മറ്റൊരു സംഘം. ആസൂത്രണം ഫോൺ വഴിയാണ്. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും ചെയ്തയാളാണ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ. കേസിൽ ഇതുവരെയും 13 പേർ പിടിയിലായെങ്കിലും 5 പേർ ഒളിവിലാണ്. പിടിയിലായവരിൽ നിന്ന് 2.25 കിലോ സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. ഉരുക്കിയതും വിൽക്കാൻ ഏൽപ്പിച്ചതുമായ സ്വർണമാണ് പോലീസ് വീണ്ടെടുത്തത്. കിലോയോളം സ്വർണമാണ് പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ വ്യാപാരികളായ സഹോദരങ്ങളിൽ നിന്ന് അക്രമി സംഘം തട്ടിയെടുത്തത്. കേസിൽ ഇതുവരെ 13 പേരെയാണ് പിടികൂടിയത്. 1.25 കിലോ സ്വർണവും 1/2 കിലോ സ്വർണം വിറ്റ വകയിൽ കിട്ടിയ 33 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. മോഷണം പോയ കിലോയിൽ 2.25 കിലോ സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞുവെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം പ്രതികളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് കവർ ചെയ്ത ഗോൾഡ് അവരത് ഉരുക്കി പല സ്ഥലങ്ങളിലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്നും കുറച്ച് ഗോൾഡ് വിറ്റ് കിട്ടിയ പൈസയും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആ ഇൻഫർമേഷൻ്റെ ബേസ് ചെയ്തിട്ട് അതിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അവരെ ചോദ്യം ചെയ്ത് അവരെ സ്വർണം വെച്ചിട്ടുള്ളതിലേക്ക് പ്രതികളുമായി പോയിട്ട് സീസ് ചെയ്താണ് ഈ ഗോൾഡും ക്യാഷും. കേസിൽ ഇനി പിടികൂടാനുള്ള 4 പേരുടെ കൈവശമാണ് ബാക്കി സ്വർണം. കേസിലെ പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്ന് പെരിന്തൽമണ്ണ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 മലപ്പുറം.